തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. പാമ്പാടി ശ്രീമന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാരക്രിയയുടെ ഭാഗമായി വേർപാട്, പിതൃഹോമം, സുകൃതഹോമം എന്നീ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुदे सुरवरवर्षिणि दुर्धरदर्शिनि दुर्मुखवर्षिणि हर्षरदे त्रिभुवनपोषिणि शङ्करतोषिणि कल्पशमोषिणि घोषरदे धनुजनिरोषिणि दिनिसुतरोषिणि दुर्मदशोषिणि सिन्धुसुदे जय जय हे महिषासुरमर्दिनि. ദേവപ്രശ്ന പരിഹാരക്രിയയുടെ ഭാഗമായി ശത്രുബാധ, പ്രേതബാധ എന്നീ ദോഷങ്ങളുടെ വേർപാടും പിതൃശാന്തിയും സുകൃതഹോമവും ഡിസംബർ 17 ചൊവ്വാഴ്ച മുതൽ 21 തീയതി ശനിയാഴ്ച വരെയാണ് പാമ്പാടി ശ്രീമന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ നടക്കുന്നത്. ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ നമ്പൂതിരിയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് ശുദ്ധിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ബുധനാഴ്ച മഹാഗണപതി ഹോമം, ഉഷപൂജ, സുദർശന ഹോമം എന്നീ ചടങ്ങുകളും തുടർന്ന് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ വരവൂർ സേതുമാധവ പണിക്കർ പങ്കെടുത്ത വേർപാട് കർമ്മവും നടന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവത് സേവയുമുണ്ടായിരുന്നു. പാമ്പാടി ശ്രീമന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാരക്രിയയുടെ ഭാഗമായി ആരംഭിച്ച ചടങ്ങുകളെക്കുറിച്ച് ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ നമ്പൂതിരി സംസാരിക്കുന്നു. ദേവീ സാന്നിധ്യത്തിൽ വെച്ച് ചില ചൈതന്യഹാനികളൊക്കെ സംഭവിച്ചപ്പോൾ, ഇത് ദുർനിമിത്തങ്ങളും കണ്ടപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് ഒരു അഷ്ടമംഗല്യ പ്രശ്നം നടത്തി. പ്രധാനപ്പെട്ട 3 ദൈവജ്ഞന്മാരെ ക്ഷണിച്ചു വരുത്തി അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചില കർമ്മങ്ങൾ ചെയ്യണം, എന്നാലേ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധന പൂർത്തിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടമായിട്ട് നമ്മളിപ്പോൾ ഗണപതി ഹോമം, സുദർശന ഹോമം, യമരാജ് ഹോമം, പ്രേത വേർപാട് മുതലായ കർമ്മങ്ങൾ നാളെ ചെയ്യുന്നു. നാളെ വൈകുന്നേരം ദേവിക്ക് ശുദ്ധിക്രിയകൾ, മറ്റന്നാൾ രാവിലെ തിലഹോമം, സായുജ്യ പൂജ മുതലായ കഴിച്ച് 12 ബ്രാഹ്മണർ കാലിഴിച്ചുട്ടം നടത്തി ബ്രാഹ്മണ അനുഗ്രഹത്തോടു കൂടി ആ പ്രതിമകളെ ഭാരതപ്പുഴ നിമജ്ജനം ചെയ്യുന്നു. അതിനുശേഷം സുഗൃതഹോമം 2 ദിവസമായിട്ട് നടത്താനാണ് ആലോചിക്കുന്നത്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ദേവി അനുഗ്രഹിച്ചാൽ കഴിയുകയും ചെയ്യും. സുകൃതഹോമം കൂടി അത് ബാക്കി പെട്ടതാണ്. പിന്നെ അടുത്ത നല്ല മുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠാടി നവീകരണ കർമ്മം നടത്താനും ഉദ്ദേശിച്ചിട്ടുണ്ട്. പാമ്പാടി ദേശം താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറി ടി.പി. രാമചന്ദ്രൻ സന്നിഹിതനായിരുന്നു. മന്നം ഭദ്രകാളി ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നത്തിന്റെ പരിഹാര ക്രിയകളുടെ ഭാഗമായി കലശത്തിന്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രായശ്ചിത്ത കർമ്മങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഈ ദേശത്തിൻ്റെയും ദേശവാസികളുടെയും അഭിവൃദ്ധിക്കും നന്മയ്ക്കും വേണ്ടിയാണ് ഈ പ്രക്രിയ ഈ ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. ദേശത്തിൻ്റെ ദേവതയായ ഈ ദേവിയുടെ അനുഗ്രഹം എല്ലാ ദേശക്കാർക്കും ദേവി ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ദേശത്തെ എല്ലാ ദേശവാസികളുടെയും സാന്നിധ്യമാണ് പരമപ്രധാനം. ഇതുവരെ ചെയ്ത എല്ലാ സഹായ സഹകരണങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. പാർക്കോട്ടുക താലപ്പൊലി കമ്മിറ്റി, പാമ്പാടി ദേശം. CCV ന്യൂസ്, പഴയന്നൂർ.